പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയംഗമമായ പ്രൈസ് ദി ലോർഡ് അർപ്പിച്ചുകൊള്ളുന്നു. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരുടെയും വരുവാൻ ഉണ്ടാക്കി തന്നെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരു സങ്കീർത്തനം 32-ാം സങ്കീർത്തനത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ഹല്ലേലൂയ പറയുവാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെയും ദൈവകരങ്ങളിൽ കൊടുക്കുന്നു. 32-ാം സങ്കീർത്തനം എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന ഒരു സങ്കീർത്തനം. അതേപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാനൊരു വാക്ക് വായിക്കുകയാണ്. വാക്യം, 1-ാമത്തെ വാക്യം: ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കെട്ടിയവൻ ഭാഗ്യവാൻ. ഇതൊരു ഭാഗ്യ വർണ്ണനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു ഭാഗ്യ വർണ്ണനയോടുകൂടി തുടങ്ങുന്നതാണ്. ഈ ദാനമായി കൃപയാൽ ലഭിച്ച ഭാഗ്യമാണ് ഈ ഭാഗ്യവാന്റെ ഈ ഭാഗ്യം നമുക്ക് ദാനമായി കൃപയാൽ ലഭിച്ചതാണ്. അവൻ ദരിദ്രനോ രോഗിയോ ദുഃഖിതനോ ആകട്ടെ, അവൻ ഭാഗ്യവാനാണ്. ലംഘനം ക്ഷമിച്ചു എന്നതിന് എടുത്തു മാറ്റി എന്നാണ് അർത്ഥം. പാപഭാരമാകുന്ന തടസ്സം മാറ്റപ്പെട്ടു. ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപത്തിന് അറുതി വരുത്തുന്ന പ്രായശ്ചിത്തമാണ്. അത് അറിഞ്ഞ് വിശ്വസിക്കുന്നവൻ പ്രിയനായവനിൽ അംഗീകരിക്കപ്പെടുകയാണ്. ഭാഗ്യം സൗന്ദര്യത്തിലോ മാനത്തിലോ ധനത്തിലോ അല്ല, പിന്നെയോ പാപക്ഷമയിലത്രേ. ക്ഷമിക്കുക എന്നതിനാണ്. പാപക്ഷമ ദൈവകൃപയുടെ പ്രവൃത്തിയാണ്. 1 തിമോഥെയോസ് 1:13. കൃപ പാപത്തിൻ്റെ കടം വീട്ടുക മാത്രമല്ല, പൈതൃകമായ സ്വത്ത് സമ്മാനിക്കുകയും ചെയ്യുന്നു. ദൈവം പാപം ക്ഷമിക്കുന്നതോടുകൂടെ കുറ്റവും ശിക്ഷയും കൂടെ മാപ്പ് കൊടുത്ത് ശമിപ്പിക്കുന്നു. പാപക്ഷമ ക്രിസ്തുവിൻ്റെ രക്തത്താൽ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഹെബ്രു 9:22. പാപം ക്ഷമിക്കുന്നതിന് മുൻപ് പശ്ചാത്താപം ഉണ്ടാകണം. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണം. ദൈവം പാപം ക്ഷമിച്ചാൽ പിന്നെ അത് ഓർക്കുകയില്ല. യഹോവ അകൃത്യം കണക്കിടാതെ 2 കൊരിന്ത്യർ 5:19 പറയുന്നു, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ ലംഘനം, പാപം, അകൃത്യം, ഈ 3 വാക്കുകൾ പാപത്തിൻ്റെ തൃത്വമാണ്. ലംഘനം, പാപം, അകൃത്യം. പാപത്തിൻ്റെ തൃത്വത്തെ സ്വർഗത്തിലെ തൃത്വം ജയിച്ചു കീഴടക്കി. സ്വർഗത്തിലെ തൃത്വം പിതാപുത്ര പവിത്രാത്മ ജയിച്ചു കീഴടക്കി. കണക്കിടായിക പാപക്ഷമയുടെ പ്രധാന ഘടകമാണ്. പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്നു. പാപം നമ്മുടെ മേൽ കണക്കിടുന്നില്ല എങ്കിലും ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ അത് കണക്കിട്ടു. അവനിൽ വിശ്വസിക്കുന്നവന് പ്രവൃത്തി കൂടാതെ പാപക്ഷമ ലഭിക്കുന്നു. ഇതാണ് സുവിശേഷം. റോമർ 4:6-8. ഈ വാക്യങ്ങളിൽ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ലംഘനം, പാപം, അകൃത്യം, കപടം. 1-ാമത് അതിര് കടക്കുക എന്ന് പറഞ്ഞാൽ അത് ലംഘിക്കുക. 2-ാമത്തേത് ലക്ഷ്യം, അതായത് ഉന്നം പിഴയ്ക്കുക. 3-ാമത്തേത് പാത, അതായത് നമ്മുടെ സ്ഥാനം വിട്ടുപോവുക, ചെയ്യരുതാത്തത് ചെയ്യുക എന്നും. 4-ാമത്തേത് ചതി, അതായത് വഞ്ചന എന്നും അർത്ഥമാകുന്നു. ഈ ദുർഘടതകൾ പരിഹരിക്കപ്പെടുന്നത് 3 വിധത്തിലാണ്. അതായത് ക്ഷമിക്കുക, മറയ്ക്കുക, കണക്കിടാതിരിക്കുക. ലംഘനം ക്ഷമിക്കണം, പിന്നെ പാപം മറയ്ക്കണം, കാഴ്ചയിൽ നിന്നും മായുക എന്നാണ് അർത്ഥം.
അകൃത്യം കണക്കിടാതിരിക്കണം, ഒരുവന്റെ കണക്കിൽ പെടുത്താതിരിക്കണം, ആത്മാവിൽ കപടം ഇല്ലാതിരിക്കണം. ആരുടെ ലംഘനം ക്ഷമിക്കപ്പെട്ടോ, ആരുടെ പാപങ്ങൾ മറയ്ക്കപ്പെട്ടോ, ദൈവം അത് ഒരു തിരികല്ല് പോലെ സമുദ്രത്തിന്റെ ആഴത്തിൽ എറിഞ്ഞു കളയുകയാണ്. ആരുടെ അകൃത്യം ആ ഒരുവന്റെ പേരിൽ കണക്കിടാതിരിക്കുന്നുവോ, അതുപോലെ ആരുടെ കപടമുള്ള ഏറ്റവും വിഷമുള്ള ഹൃദയത്തിന് മാറ്റം ഭവിക്കുകയും നീതിയാൽ നിറയ്ക്കപ്പെടുകയും ചെയ്തോ, അയാൾ തീർച്ചയായും ഭാഗ്യവാൻ തന്നെ. 32-ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാം. അങ്ങനെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും അകൃത്യങ്ങൾ കണക്കിടാതെയും കിട്ടിയ ഒരു മനുഷ്യന്റെ എഴുതിയതാണ് ഈ സങ്കീർത്തനം. ഇതെല്ലാവർക്കും അറിയാം. അത് വേറെ ആരുമല്ല, ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായ ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവ് എല്ലാം അറിഞ്ഞിട്ടും ദൈവത്തെ ഏറ്റവും നല്ലതായിട്ട് അറിഞ്ഞു, ദൈവത്തിന്റെ ഹൃദയത്തിന് യോജിച്ച രാജാവായിട്ട് തെരഞ്ഞെടുത്ത ദാവീദ് രാജാവായതിനു ശേഷം എല്ലാ കഷ്ടപ്പാടിൽ നിന്നും വിടുവിച്ച്, ശൗലിൽ നിന്നും വിടുവിച്ച് മൊത്തം ഇസ്രായേലിനെ രാജാവാക്കിയതിന് ശേഷം സ്വസ്ഥമായിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ 10 കൽപ്പനകളിൽ 2 കൽപ്പനകൾ തെറ്റിച്ച ഒരു രാജാവാണ്, വ്യക്തിയാണ് ദാവീദ് രാജാവ്. അത് ആ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയെ ഉത്തിയൂരിയായെ സ്വന്തം ഭാര്യയായിട്ടെടുക്കുകയും ഉത്തിയൂരിയായുടെ ഭർത്താവിനെ കൊല ചെയ്യുവാൻ കൊല്ലിക്കുകയും ചെയ്തു. ഈ 2 കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് ദാവീദ് രാജാവ്. ഈ ദാവീദ് രാജാവിൻ്റെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കൊടുത്തു. അത് എങ്ങനെയാണ് ഈ ദാവീദ് നമ്മളുടെ സ്ഥാനത്ത്, ദാവീദ് രാജാവിൻ്റെ സ്ഥാനത്ത് നമ്മളൊന്ന് ഓർത്ത് നോക്കണം. എങ്ങനെയാണ് ഈ ദാവീദ് രാജാവിൻ്റെ ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കൊടുത്തത്? ഈ ദാവീദ് രാജാവ് പാപം ചെയ്തതിന് ശേഷം ഒന്നും അറിയാതിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കൈക്ക് കീഴിൽ അമർന്നിരിക്കുകയായിരുന്നു. നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. 1 ശമൂവേൽ 5:6-11 വായിച്ചാൽ, സങ്കീർത്തനം 35:2 വായിച്ചാൽ, ദൈവത്തിൻ്റെ കൈ നമ്മെ ചതിച്ചു കളയും. പാപം ചെയ്ത ദാവീദ് രാജാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ കരം വെച്ചിരിക്കുകയായിരുന്നു. കരത്തിൻ്റെ കീഴിലായിരുന്നു ദാവീദ് രാജാവ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മെ ചതിച്ചു കളയും, നമ്മെ ചതച്ചു കളയും ദൈവത്തിൻ്റെ കൈ. മനസാക്ഷിയുടെ ഭീതി രാവും പകലും ഒരു സ്വസ്ഥതയും മനുഷ്യന് ലഭിക്കുകയില്ല. നമ്മൾ പാപം മറച്ചു വെച്ച് ജീവിച്ച രാജാവ് രോഗിയായി തീരുകയാണ്. ദൈവത്തിൻ്റെ കരം ഉയർത്തുമ്പോൾ സഹായകരമാണ്, താഴ്ത്തുമ്പോൾ ഭയങ്കരമാണ്. മറ്റ് വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ദാവീദ് രാജാവിൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ വറ്റിപ്പോകുന്നത് പോലെ വറ്റിപ്പോയി. ശരീരവും ആത്മാവും ഉണങ്ങി വരണ്ടു. അങ്ങനെ ദൈവകരങ്ങളാണ് ദാവീദ് രാജാവിന്മേൽ ഭാരമായിട്ട് തോന്നി. അപ്പം എല്ലാം ഉണങ്ങി വരുന്നത് ഈ 3 കാര്യങ്ങൾ, ദൈവത്തിൻ്റെ കൈ 3 കാര്യങ്ങൾ ഇവിടെ കാണിക്കാൻ. 1, എല്ലാ കഷ്ടതകളും ദൈവകരമാണ്. 2, പ്രിയ മക്കളുടെ മേൽ ഭാരമുള്ള കരം വയ്ക്കുന്നു. 3, ദൈവം തൻ്റെ ഭാരമുള്ള കരം രാവും പകലും തുടർച്ചയായി വയ്ക്കുന്നു. അവസാനം ദാവീദിന്റെ കണ്ടീഷൻ ആയപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ ചെന്ന്
ഒരു കഥ പറയുകയും അപ്പോൾ ആ മനുഷ്യനെ ഇപ്പൊ തന്നെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദാവീദ് രാജാവിനോട് പറയുമ്പോൾ ദാവീദ് രാജാവ് ആകെ എന്തോ ചെയ്യണം, ആകെ ക്ഷീണിതനായി പോവുകയാണ്. പാപബോധം വരുത്തുകയാണ്. 2 ശമൂവേൽ 12-1 മുതൽ 20 വരെ വായിക്കുമ്പോൾ ഇതേപ്പറ്റി കിട്ടും. ദാവീദ് രാജാവിന് പാപബോധം വരുത്തുകയാണ് നാഥാൻ പ്രവാചകൻ. ആ നാഥാൻ പ്രവാചകൻ വന്ന് പാപബോധം വരുത്തി കഴിഞ്ഞിട്ട് നീ ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞു. നിന്നെ എവിടെ നിന്ന് ഞാൻ വിളിച്ചതാണ്, ഞാൻ എങ്ങനെയാണ് നടത്തിയത്, പക്ഷെ നീ എൻ്റെ കൽപ്പന വിട്ടു, നീ എൻ്റെ കൽപ്പന വിട്ട് എൻ്റെ കൽപ്പനകൾ ലംഘിച്ചു. ദൈവത്തിൻ്റെ മുഖപക്ഷമില്ല. ദൈവം എത്ര വലുതായിട്ട് സ്നേഹിക്കുന്ന ആളാണെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാൽ ദൈവം ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യുക. നമുക്കറിയാം, ദാവീദ് രാജാവിൻ്റെ കുടുംബത്തെ ശപിക്കുകയാണ് ദൈവം. അപ്പം ഇവിടെ ഇത് കേട്ട് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ ദാവീദ് രാജാവ് ദൈവത്തോട് തൻ്റെ പാപം ഏറ്റുപറയുകയാണ്. പാപം ഏറ്റുപറഞ്ഞു, ഞാൻ നിന്നോട് തന്നെ 51 സങ്കീർത്തനം ദാവീദ് രാജാവ് പാപം ഏറ്റുപറയുന്ന സങ്കീർത്തനമാണ്. 51:4 ഹല്ലേലൂയാത്തിന്റെ തന്റെ ലംഘനങ്ങളെ ഏറ്റുപറയുകയാണ് ദാവീദ് രാജാവ്. ഞാൻ നിനക്കെതിരായിട്ട് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അങ്ങനെ നുറുങ്ങിയ ഹൃദയത്തോടെ ദാവീദ് ദൈവസന്നിധി തന്റെ പാപം ഏറ്റുപറയുകയാണ്. 51 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ലംഘനം മായ്ച്ചു കളയണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ നിന്നോട് പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യങ്ങളെ പോക്കണമേ, എൻ്റെ അകൃത്യങ്ങളെ ഒക്കെ മായ്ച്ചു കളയണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ എന്ന് ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ മുന്നിൽ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ ദൈവത്തോട് ഏറ്റുപറയുകയാണ്. അപ്പോൾ ദൈവം ദാവീദിന്റെ പാപം ക്ഷമിച്ചു. പാപം പറയും എന്ന് പറഞ്ഞപ്പോൾ ദൈവം പാപം ക്ഷമിച്ചു കൊടുക്കുകയും രക്ഷയുടെ സന്തോഷം തിരികെ കൊടുക്കുകയും ചെയ്തു. ദാവീദിന് ദാവീദിന്റെ പാപക്ഷമ അങ്ങനെ കിട്ടി ദാവീദിന്. പക്ഷേ നമ്മൾ ഇതനുസരിച്ച് ഒന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ഒരു ആൾക്കാരും 100% ശുദ്ധമാണെന്ന് പറയുന്നവരാരുമില്ല. ആർക്കും പറയാൻ പറ്റുകയില്ല. ഏത് വിശ്വാസിയാണേലും ഏത് വലിയ ആൾക്കാരാണേലും പറയാൻ പറ്റുകയില്ല 100% അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ഇത്ര വലിയ രാജാവ്, എല്ലാം അറിയാവുന്ന രാജാവ് എപ്പോഴും ദൈവം സംസാരിക്കുന്ന രാജാവ് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു എങ്കിൽ പിന്നെ ഈ സാധാരണ ജനങ്ങൾ അതെത്ര വലിയ നേതാക്കളാണെങ്കിലും എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പാപം, ചെറിയ പാപവും വലിയ പാപവും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെ ഞരക്കത്താൽ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ദാവീദ് സ്വന്തം അനുഭവം വിവരിക്കുകയാണ്. അവഗണന മൂലം പാപം ഏറ്റുപറയാതെ മിണ്ടാതിരുന്നപ്പോൾ അവന്റെ അസ്ഥികൾ, ഉറപ്പുള്ള ഭാഗങ്ങൾ പോലും ബലഹീനമായി ക്ഷയിച്ചുപോയി. ഏറ്റുപറയാത്ത പാപങ്ങൾ ഉള്ളിൽ ക്യാൻസർ പോലെ പ്രവർത്തിക്കും. അതാരുടെ ആണെങ്കിലും ഏറ്റുപറയാത്ത പാപങ്ങളുള്ളിൽ ക്യാൻസർ പോലെ പ്രവർത്തിക്കും. ഏറ്റുപറയാഞ്ഞതിനാൽ മുറിവേറ്റ ദുഷ്ടമൃഗത്തെ പോലെ അവൻ ഞരങ്ങിക്കൊണ്ടിരുന്നു കുറ്റബോധത്താൽ. അങ്ങനെ ദൈവത്തിന്റെ
കരം ദാവീദിന്റെ മേലിൽ വന്നപ്പോൾ പാപം നിന്നോട് അറിയിച്ചു. വളരെ താമസിച്ചാണെങ്കിലും തൻ്റെ ഹൃദയം ദൈവം മുമ്പാകെ തുറന്നു വെച്ചു. പാപക്ഷമയ്ക്കുള്ള ഏക മാർഗം, ഏക എളുപ്പ മാർഗം പാപം ഏറ്റു പറയുകയാണ്. അകൃത്യം മറച്ചതുമില്ല. അത് ദൈവത്തിന് അറിയാം. നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും എല്ലാം ദൈവത്തിന് അറിയാമെങ്കിലും നാം ഏറ്റു പറഞ്ഞേ മതിയാവും. ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. സദൃശവാക്യം 28:13. ആരോടാണ് പാപം ഏറ്റു പറഞ്ഞത്? യഹോവയോട്. യഹോവയോടാണ് പാപം ഏറ്റു പറഞ്ഞത്. അപ്പോൾ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പാപം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, പാപത്തിൻ്റെ ഭീകരമായ വിഷവും കുറ്റവും ക്ഷമിച്ചു തന്നു. യോഹന്നാന്റെ സുവിശേഷം 5:8 നമ്മൾ വരുമ്പോൾ കാണാം, 38 വർഷമായി കുളക്കരയിൽ കിടന്ന് അയാളുടെ അടുക്കൽ കർത്താവ് വരികയും കർത്താവ് അയാൾക്ക് വിടുതൽ കൊടുക്കുകയാണ്. വിടുതൽ കൊടുത്തതിന് ശേഷം 5:14 ഇങ്ങനെ, അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് പരിപാലിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അപ്പൊ എന്തുകൊണ്ടായിരുന്നു അവൻ രോഗിയായിട്ട് അവിടെ കിടന്നത്? എന്തുകൊണ്ടായിരുന്നു കിടന്നത്? അവൻ്റെ പാപം കാരണമാണ്. 38 വർഷമായിട്ട് കിടന്നത്. ഇപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 2:5 യേശു കവർന്നഭൂമിയിൽ വീട്ടിലിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ആ കൂട്ടം കൊണ്ട് യേശു അങ്ങോട്ട് കടന്നു വരാൻ വയ്യ. എൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ പക്ഷപാതക്കാരനെ 4 പേര് കൂട്ടി യേശുവിൻ്റെ മുന്നിലിട്ടപ്പോൾ യേശു പക്ഷപാതക്കാരനോട് എന്താണ് പറഞ്ഞത്? മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഈ പക്ഷപാതകാരാനുള്ള കാരണം എന്താണ്? പാപം. ഇന്നും അത് തന്നെയാണ്. സത്യമായിട്ടും ഇന്നും ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മളെ തന്നെ ശോധന ചെയ്യുന്നില്ല. നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കൽപ്പന വിട്ട് ചെയ്യുന്ന ചെറിയ കാര്യമാണേലും വലിയ കാര്യമാണേലും നമ്മുടെ ഉള്ളിൽ നോക്കാൻ നമ്മളത് കർത്താവിനോട് ഏറ്റു പറഞ്ഞില്ല എങ്കിൽ, കർത്താവ് നമുക്ക് പാപക്ഷമ തന്നില്ല എങ്കിൽ നമ്മളും ഇങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കും. നമ്മളും രോഗിയായിത്തീരും. ഇന്ന് അനേകരുടെ ഗ്രൂപ്പിലെ അഡ്മിൻസുകൾക്കെല്ലാം ഡെയിലി രോഗമാണ്. പാസ്റ്റർമാർക്കാണെങ്കിൽ ഡെയിലി രോഗവാസവും ഒക്കെയാണ്. ഇതിന്റെ പുറകിലത്തെ കാരണം എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ തന്നെത്താൻ ശോധന ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാകുള്ളൂ. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിച്ചോണം. ഇതാണ് പ്രസാദ കാലം. പാപക്ഷമ ലഭിച്ചവന് ഇനി ന്യായവിധിയുടെ പെരുവെള്ളങ്ങളെ ഭയപ്പെടാനില്ല. ഈ ലോകത്തിന്റെ ആപത്തുകളും അനർത്ഥങ്ങളും മരണഭീതിയും എത്ര ശക്തമായാലും അത് ദൈവഭക്തനെ സമീപിക്കുകയില്ല. അത് പിന്നീട് ദൈവം നമ്മുടെ മറവിടമായി മാറുകയാണ്. 14 വാക്യത്തില് പിന്നെ ദൈവം നമ്മുടെ മറവിടമാവുകയാണ്. നമ്മളെ മറച്ചു വെക്കുന്ന, ഇവിടെ ദൈവത്തിൽ അഭയം കണ്ടെത്തുന്നു. നമ്മുടെ ന്യായാധിപൻ ആയിരിക്കേണ്ടവൻ സുവിശേഷത്താൽ നമ്മുടെ മറവിടമായി തീർന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും. ആപത്ത് എനിക്കൊരു ദോഷവും ചെയ്യുകയില്ല. രക്ഷയുടെ ഉല്ലാസ കോശം കൊണ്ട് എന്നെ ചുറ്റിക്കൊടുക്കും. സംഗീതത്താൽ ചുറ്റപ്പെട്ട ഒരു മനുഷ്യൻ ചുറ്റും സംഗീതം കേൾക്കുന്നു. മുൻപിൽ പ്രത്യാശ, പുറകിൽ കൃതജ്ഞത, ഇരുവശത്തും മുകളിലും താഴെയും ആനന്ദം ധ്വനിക്കുന്നു. പാപക്ഷമ കിട്ടിയ ഒരു മനുഷ്യന്റെ സന്തോഷമാണിത് ധ്വനിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് അസ്ഥികൾ ക്ഷയിച്ച് ഞരങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ നിലയാണിത്. എത്ര വലിയ മാറ്റം! കൃപയ്ക്ക് എന്തെന്ത് പരിവർത്തനങ്ങൾ നമ്മൾ വരുത്തുവാൻ കഴിയും. മറവിടം എന്ന് പറഞ്ഞാൽ സങ്കേത നഗരം എന്നാണ്. ഇവിടെ നമ്മുടെ മറവിടമാകുകയാണ് നമ്മുടെ കർത്താവ്. നമുക്ക് പാപം ക്ഷമിച്ചാൽ, ഇന്നും പാപം ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും ദൈവത്തിനോട് ഇന്ന പാപം ഞാൻ ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞാൽ ദൈവം അത് ക്ഷമിച്ചു. ഇന്നും ഇപ്പോഴും പാപം ചെയ്യാത്തവരില്ല. പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ പാപം ചെയ്യുന്നില്ല, ചെറുതാണേലും വലുതാണേലും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളനാണെന്നാണ് പറയുന്നത്. ആരുമില്ല. എന്നാൽ അത് കർത്താവിനോട് ഏറ്റു പറഞ്ഞു പാപക്ഷമ നേടിയാൽ പിന്നെ അവന് ഒരു കാര്യമില്ല. ഒന്നാമത് പാപം ഏറ്റു പറഞ്ഞു.
അപ്പം രണ്ടാമത് ദൈവം നമുക്ക് മറവിടും. വലിയ കഷ്ടത്തിൽ നിന്ന് നമ്മെ സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നമ്മെ ചുറ്റും. ദൈവത്തിൻ്റെ നന്മയെ നമ്മോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാം. പിന്നെ പറയുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ. ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും, നടക്കേണ്ടുന്ന വഴി പഠിപ്പിക്കും. പിന്നെ എന്താണ് അതിനർത്ഥം? ഇവിടെ കർത്താവ് സംസാരിക്കുകയാണ്. നമ്മുടെ രക്ഷകൻ ഗുരുവും കൂടെയാണ്. വിശ്വാസിയുടെ അനുദിന ജീവിതത്തെ നയിക്കുന്നത് വചനവും പരിശുദ്ധാത്മാവുമാണ്. നമ്മെ രക്ഷിച്ചത് നാം പിന്നെയും നമ്മുടെ ജഡമോഹങ്ങളിൽ നടക്കാനില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ നടത്തും. നമ്മുടെ കർത്താവ് തൻ്റെ സ്നേഹദൃഷ്ടിയുടെ ചെറിയ ചലനം മൂലം നമ്മെ നടത്തും. ഞാൻ നിങ്ങൾക്ക് കണ്ണായിരിക്കും, എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളെ നടത്തും. ദൈവത്തിൻ്റെ ആലോചനയാൽ നടത്തപ്പെടുന്നത് എത്രയും സുരക്ഷിതത്വം, എത്ര ഭാഗ്യകരം. ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. പല വിധത്തിലുള്ള ആലോചനയുണ്ട്. ഉപദേശം, സദൃശവാക്യം 20:18, ദാനിയേൽ 4:27 ദൈവത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞു തരും. പ്രവൃത്തി 4:28 രഹസ്യമായ തീരുമാനം പറഞ്ഞു തരും. 1 കൊരിന്ത്യർ 4:5 ദൈവത്തിൻ്റെ ആലോചന ശാശ്വതമായത്. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിൻ്റെ ആലോചനയാൽ നടത്തും. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കാത്തിരിക്കണം. സങ്കീർത്തനം 106:13 അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കരുത്. സങ്കീർത്തനം 107:10 ബുദ്ധിയില്ലാത്ത, പിന്നെ പറയുകയാണ്, ബുദ്ധിയില്ലാത്ത, നമ്മളെ പാപം ക്ഷമിച്ചു, നമ്മൾ ഏറ്റുപറഞ്ഞു, ക്ഷമിച്ചു, നമ്മുടെ മറവിടമായി ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന് നമ്മളെ നടത്തി കഴിയുമ്പോൾ എന്താണ്? ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കഴുതയും പോലെ ആകുന്നു. സദൃശം 26:3 അത് യാക്കോബ് 3:3 അങ്ങനെയായി പോകരുന്നു. മനുഷ്യൻ ജ്ഞാനം പ്രാപിച്ച് ആലോചന കേട്ട് നടക്കുന്നു. എന്നാൽ മൃഗം ശക്തിയും നിർബന്ധവും അനുസരിച്ച് പോകുന്നു. ദൂതന്മാരെ പോലെ ആകേണ്ട നാം പലപ്പോഴും മൃഗങ്ങളെ പോലെ ആയിത്തീരുന്നു. ഇത്രയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടും പലപ്പോഴും നമ്മുടെ മൃഗങ്ങളെ പോലെ ആയിത്തീരുന്നു. കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അതിനെ അടക്കി വരുന്നു. ആരെയാ? കഴുതയും, കോവർ കഴുതയും കുതിരയെയും. ദൈവത്തെ അനുസരിക്കേണ്ട നമ്മൾ, ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ശിക്ഷ കൂടിയേ തീരൂ എന്ന് വരുന്നത് കഷ്ടമാണ്. ദൈവ ശുശ്രൂഷയ്ക്ക് ഒരുവനെ ബലം പ്രയോഗിച്ച് നിർബന്ധിക്കണമെന്ന് വരുന്നത് ശരിയല്ല. ആത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് താഴ്മയോടെ അനുസരണത്തോടെ അത് ചെയ്യേണ്ടതാണ്. അത് നമ്മളോടാണ് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെ മൃഗത്തെ പോലെ ആകരുത്. പിന്നെ ആ പഴയ ജീവിതത്തിൽ തന്നെ മൃഗത്തെ പോലെ പിന്നെ ദൈവം നമുക്ക് കയറിട്ട് നമ്മളെ കെട്ടി വലിച്ച് നമുക്ക് ശിക്ഷ തന്ന് അത് ശിക്ഷ കൂടിയേ തീരൂ എന്ന് വരുന്നത് കഷ്ടമാണ് എന്നാണ് പറയുന്നത്. കുതിരയെയും കോവർക്കഴുതയെയും പറ്റി പറയുമ്പോൾ അവ നമ്മെ അനുസരിക്കുകയോ സാഹീയമായി നമ്മെ അനുസരിക്കുകയോ ചെയ്യുകയില്ല. നിർബന്ധത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പാതയിൽ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് ഒരുവന്റെ പരിധിക്ക് നിൽക്കുകയുള്ളൂ. അതുപോലെ ആകരുത് നമ്മൾ എന്നാണ് പറയുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. സങ്കീർത്തനം 34:8-12 ദൈവത്തിലുള്ള വിശ്വാസം ജീവിത ചിന്താകുലത്തിന് മറുമരുന്ന്. ദൈവ കരുണയുടെ വലയത്തിനുള്ളിൽ നാം സുരക്ഷിതരായിരിക്കും. ദയ നമ്മെ ചുറ്റിക്കൊള്ളും. നാം ദയയാൽ വളയപ്പെട്ടിരിക്കുകയാണ്. കൃപയും കരുണയും അവൻ്റെ എല്ലായിടത്തും കാണുകയാണ്. വീട്ടിലെ, വെളിയിലെ, സമൂഹത്തിലെ, ഏകാന്തതയിലും, രോഗത്തിലും, ആരോഗ്യത്തിലും, ജീവിതത്തിലും, മരണത്തിലും, കാലത്തിലും, നിത്യതയിലും അവൻ കരുണയുടെ മധ്യേ നടക്കും. കരുണയുടെ മധ്യേ മരിക്കും. നിത്യകരുണയുടെ മധ്യത്തിൽ പുതിയ ലോകത്തിൽ അവൻ ജീവിക്കും. ആരാ? യഹോവയിൽ ആശ്രയിക്കുന്നവൻ.
പിന്നെ എന്താണ് പറയുന്നത്? നമുക്ക് പിന്നെ പാപക്ഷമ ലഭിച്ചവൻ സന്തോഷിക്കും. സന്തോഷിക്കുക സ്വാഭാവികമാണ്. അവൻ ദൈവം നമ്മെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കാൻ വലിയ കൊള്ള കിട്ടിയതുപോലെ നമുക്ക് ആനന്ദിക്കാം. ദൈവവുമായുള്ള ബന്ധം ശരിയായിരിക്കുന്നുവെങ്കിൽ നീ നീതിമാനും ഹൃദയശുദ്ധിയുള്ളവനുമാണ്. അങ്ങനെയുള്ളവർക്ക് ഉല്ലസിപ്പാൻ കഴിയും. ഈ പ്രബോധനത്തിൽ 3 കാര്യമുണ്ട്. എന്തിനുള്ള പ്രബോധനം? സന്തോഷിക്കാൻ. ആരെ പ്രബോധിപ്പിക്കുന്നു? നീതിമാനെ. അതിൻ്റെ പരിധി യഹോവയിൽ അവൻ 3 പ്രാവശ്യം പ്രബോധിപ്പിക്കുന്നു. സന്തോഷിപ്പിൻ, ആനന്ദിപ്പിൻ, ഉല്ലസിപ്പിൻ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യരോട് പറയുന്നു 4:4, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും പറയുന്നു, സന്തോഷിപ്പിൻ. ഇതുപോലെ പാപക്ഷമ ലഭിച്ചവൻ, പാപത്തെയും സാത്താനെയും ജയിച്ചവൻ ഉല്ലസിച്ചാനന്ദിക്കും. ഇത് നമ്മളിവിടെ നോക്കണം. നമ്മൾ സാത്താനെ ജയിച്ചവനാണോ? നമുക്ക് പാപക്ഷമ ലഭിച്ചവനാണോ? അത് ഇപ്പോഴും നമ്മുടെ അകത്തെന്തെങ്കിലും പാപം ഇങ്ങനെ കിടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് ദൈവത്തോട്, യഹോവയോട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് പാപക്ഷമ വാങ്ങിച്ചാൽ നമുക്ക് കർത്താവ് വരുമ്പോൾ നമുക്ക് കർത്താവിനോട് കൂടി പോകാം. ഈ ദാവീദ് രാജാവിൻ്റെ ഈ സങ്കീർത്തനം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാവുന്നതാണ്. നമുക്ക് വലിയ പാപങ്ങൾ അല്ലേലും വലിയ പാപങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. ചെറിയ പാപങ്ങളാണേലും ദൈവത്തിൻ്റെ കൽപ്പന തെറ്റിക്കുന്നതെല്ലാം പാപമാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് നമുക്ക് ആനന്ദിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ സന്തോഷിക്കാം. സന്തോഷിപ്പിൻ, കർത്താവിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കാം. പാപക്ഷമ ലഭിച്ചവൻ, പാപത്തെയും സാത്താനെയും ജയിച്ചവൻ ഉല്ലസിച്ചാനന്ദിക്കും. നമുക്കും ഉല്ലസിച്ചാനന്ദിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി. പാപം വേർപിരിക്കുന്നു, അനുതാപം കൂട്ടിച്ചേർക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി. അതുകൊണ്ട് നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം. പാപക്ഷമ ലഭിച്ചവൻ ആനന്ദിക്കും. ഈ വാക്കുകളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന ജനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇതോടുകൂടി എൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു എവരിബഡി. ആമേൻ, ആമേൻ, ആമേൻ.